അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മക്കളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അരിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തോളേ. അപ്പോൾ നമ്മളെ അരിപ്പായസത്തിന് ടേസ്റ്റ് കൂടാതെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. 100 ഗ്ലാസ് പായസത്തിന് അളവ് കറക്റ്റ് അളവോട് കൂടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിങ്ങാണ്ട് കുറേ സെയിൽ ചെയ്ത ഒരു പായസ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. നല്ല അഭിപ്രായവും വീണ്ടും ഓർഡറുകളൊക്കെ അല്ലേ നമ്മളെ ഒരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്ന ആയിരിക്കാം. നമ്മളെ മെയിൻ ചാനലിൽ ഞാൻ കുറേ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോസ് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ 1 കിലോ അരി, 3 മുറി അരി, പായസരി, ഉണങ്ങല്ലരി 3 മുറി അരി കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് നമ്മളെ കുക്കറിലിട്ടുങ്ങാണ്ട് വേവിച്ചാൻ വേണ്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു 100 ഗ്രാം 150 ഗ്രാമോളൊക്കെ ഉള്ളിട്ട് ഈ ചെറുപയർ പരിപ്പ് അതിൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ വെറും അരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇല്ലേത് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതേക്ക് 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ 5 തേങ്ങ എടുത്തിക്കണം. അത്യാവശ്യം വലുപ്പമല്ല 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 തേങ്ങയും ചിരവിക്കണം. ഇനി നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇതിൻ്റെ ഫസ്റ്റ് പാലുണ്ടല്ലോ, 1-ാം പാല്, അത് നന്നായിട്ടൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട്, അതൊരു ഉപയോഗിക്കാത്തൊരു മുണ്ടാണ് കേട്ടോ, അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാല് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ചിരവിയ തേങ്ങ അതേപോലെ മിക്സിയിലൊന്നും ഇട്ടുകൊണ്ട് അടിച്ചൊന്നും എടുക്കാതെ വെറുതെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മളെ കയ്യിന് നല്ല ബലം വേണ്ട, കയ്യിന് അത്യാവശ്യം ബലമൊന്നുമില്ല, എല്ലാ ബലത്തിലൊക്കെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2-ാം പാലൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്സിയിൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അരച്ചിങ്ങാണ്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു പായസം തന്നെ. എനിക്ക് ഈ സേമിയ പായസം, അടപ്പായസം ഇതിലേറെയൊക്കെ ഇഷ്ടമുള്ള പായസം ഇതാണ്. ഇതാകുമ്പോൾ കുറച്ച് നമ്മൾ അധ്വാനിക്കണം. മറ്റേ പായസത്തിൻ്റെ പോലെയല്ല, തേങ്ങയ്ക്ക് ചിരവി പിഴിഞ്ഞെടുക്കണം. നല്ല പണി തന്നെയാണ്. മറ്റേ പോലെ പെട്ടെന്ന് ആവൂല, കുറച്ച് സമയം എടുത്തുങ്ങാണ്ട് ക്ഷമയോട് കൂടി ചെയ്യുന്നേ വേണം. നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം, നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ. കൊടുക്കാൻ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളെ തിരികെ സ്കൂളിൽ നിന്നുള്ള പരിപാടി, കുടുംബശ്രീൻ്റെ പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിങ്ങാണ്ട് കച്ചവടം ചെയ്ത് വിറ്റൊരു പായസമാണ് ഇട്ടത്. കുറേ നല്ല അഭിപ്രായം കിട്ടിയൊരു പായസമാണ് ഇട്ടത്. സെയിൽ ചെയ്ത പായസമാണ്. അതേപോലെ പഞ്ചായത്ത് നമ്മളെ കുടുംബശ്രീൻ്റെ ചന്ത ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് നല്ല അഭിപ്രായം ഇതൊക്കെ ഉണ്ടായിന് പായസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയ ഒരു നഷ്ടമല്ല, നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ ഇതാ 1-ാം പാല് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തേക്കണം കേട്ടോ. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനാണ്. 5 തേങ്ങ ഉണ്ടല്ലോ. ഞാൻ അതിലേക്ക് പശുവും പാലും ചേർക്കുന്നുണ്ട്. പശുവും പാലും നമ്മളെ പാക്കറ്റ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെറും ഈ തേങ്ങാപ്പാലല്ല കേട്ടോ. അപ്പോൾ ഇതാ 1-ാം പാല് ആകെ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വെറും തേങ്ങേൻ്റെ പാലല്ലേ. കുറച്ചും കൂടി കയ്യിന് ബലമൊക്കെ എല്ലോല് പിഴിഞ്ഞ് അതിലേറെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി ഞാനിതാ ഈ തേങ്ങാപ്പീരിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമ്മളെ 2-ാം പാലിൽ ഒരുവിധം പാലൊക്കെ നമ്മളെ 2-ാം പാലിൽ പോരും. 3-ാം പാലൊക്കെ വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക എന്ന് മാത്രം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. കുറേ സമയം അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം അതിലുള്ള പാല് മൊത്തത്തിൽ പോരും. അതിൽ പിഴിയാനൊന്നും അധികമൊന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാലിനേക്കാരട്ടോ നമ്മൾ 2-ാമത് എടുക്കുമ്പോൾ. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ കേട്ടോ 2-ാം പാലും. 3-ാം പാലാകുമ്പോഴത്തേന് നമ്മളെ പാലിൻ്റെ കട്ടിയൊക്കെ കുറേ. ചിലവർ 4-ാം പാല് 5-ാം പാലാണ് അങ്ങനെ പിഴിഞ്ഞു കൊടുക്കും. ഞാൻ ആകെ 3 പ്രാവശ്യമായിട്ടുള്ളൂ കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇതിന് നമ്മളതിൽ നല്ല പാലുകളൊക്കെ പോന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഈ സംരംഭക ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെയും കമൻറ്റ് കാണുമ്പോഴും വളരെ സന്തോഷമാണ്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് അടിക്കണം കേട്ടോ മക്കളെ. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കിന് അത്രയും പ്രധാനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ലൈക്ക് അടിക്കാൻ പറയുന്നത്. മറന്നു പോയാലോ വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അണ്ടി മുന്തിരി ഒന്നും ഇടൂല, വെറും ഈ തേങ്ങ വറുത്തതാണ് ഇട്ടിട്ട്. അതിലേക്ക് അണ്ടി മുന്തിരി ചേർന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിലേറെ ടേസ്റ്റ് നമ്മളെ തേങ്ങാക്കൊത്തന്നെ നെയ്യിൽ വറുത്തിടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1.5 കിലോ ശർക്കരയാണ് ഇട്ടത്. 1.5 കിലോ ശർക്കരയാണ് നമ്മൾ 1 കിലോ അരിക്ക് എടുക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും നമ്മളെ മിൽക്ക് മേഡൊക്കെ ഒഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ 1-ാം പാൽ ഇതാണ്, 2-ാം പാൽ ഇതാണ്, പിന്നെ ഇതാ 3-ാം പാലും ഉണ്ട് കേട്ടോ നമുക്കിവിടെ. ഇത് 3-ാം പാലാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടില്ല, 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഉരുക്കാൻ വേണ്ടിങ്ങാണ്ട് ഗ്യാസിൽ വെച്ചിരിക്കണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അപ്പോഴത്തേന് ഞാൻ അരിയും ആ ചെറുപയറും കുക്കറിൽ വേവിച്ചാൻ വേണ്ടി വെച്ചതിനും അത് തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ വെന്തിക്കണം കേട്ടോ. നമ്മളെ പാലൊക്കെ റെഡി ആയപ്പോഴത്തേന് അരിയൊക്കെ നന്നായിട്ട് വെന്തിക്കണം. ഇനി നമ്മളിത് കട്ടല്ലാതെ പിന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനതിക്ക് നമ്മളെ ഫസ്റ്റ് 3-ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളെ കുക്കർക്ക് 3-ാം പാൽ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ കട്ടടച്ച് കുറച്ചീച്ച നമ്മൾ പായസം വെക്കുന്നത് ചെമ്പിലാണ് കേട്ടോ. അപ്പോൾ ആ ചെമ്പക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ഉടച്ച് നമ്മൾ ചെമ്പക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ പായസം നമ്മൾ വെക്കുമ്പോൾ തന്നെ കുറേ സമയം അളക്കണം കേട്ടോ. നമ്മൾ തിളക്കണത് വരെ കൈ വിടാതെ അളക്കണം, മടി പിടിച്ചാനേക്കാതെ അളക്കണം. പിന്നെ കുക്കറിലൊന്നും വെക്കാതെ അടുപ്പത്ത് തന്നെ വെച്ചിങ്ങാണ്ട് അരി വേവിച്ചെടുക്കണ പോലും ഉണ്ടാവും നമ്മൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതലേ ഇത് ഇളക്കിയിരിക്കേണ്ട വേഗണത് വരെ. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഇതാക്കണ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. അരി വേവിച്ചാല വെള്ളം മാത്രം. പിന്നെ ഫുള്ള് നമ്മൾ ഈ 3-ാം പാൽ, അതേപോലെ പശുവും പാൽ, പിന്നെ അല്ലാത്ത പാൽ ഇതന്നെ ഉള്ളു ചേർത്തിട്ട്, പിന്നെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ പായസമൊക്കെ ആയതിന് ശേഷം ഇങ്ങനെ കുറുകി വരില്ല, തണുത്ത് കഴിയുമ്പോൾ കുറുകി വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ നന്നായിട്ട്. അതിന് മുമ്പ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി അത്യാവശ്യം പാൽ തന്നെ ഉണ്ട് ഇനി, അതുകൊണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇതാ നമ്മളെ 2-ാം പാൽ ഒഴിച്ച് 3-ാം പാൽ ഒഴിച്ച് കുറച്ച് ആദ്യം മിക്സാക്കി, പിന്നെ 2-ാം പാൽ ഒഴിച്ചെങ്ങാണ്ട് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വെള്ളം വറ്റിങ്ങാണ്ട് ഇങ്ങനെ കട്ട പിടിക്കുമല്ലോ. അപ്പോൾ ആ കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്തങ്ങാണ്ട് നമ്മളെ ചെമ്പക്ക് മൊത്തത്തിലുണ്ടാക്കി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ പിന്നെ തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1-ാം പാൽ മാത്രം അവിടെ മാറ്റി വെച്ചിരിക്കണം. 1-ാം പാൽ നമ്മൾ പായസം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതിന് ശേഷമുള്ളൂ കേട്ടോ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ തേങ്ങാപ്പാലിൽ അത് മിക്സാക്കി കണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കണം. ഇനി നമ്മളെ ഈ പശുവും പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തള വരുന്നത് വരെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ 5 പാക്കറ്റ് ഈ പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ കൂടാതെ 5 പാക്കറ്റ് പിന്നെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 ലിറ്റർ പാൽ കേട്ടോ. 2.5 ലിറ്റർ പാലും 5 തേങ്ങൻ്റെ പാലുമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ തേങ്ങയാണ് കേട്ടോ തേങ്ങ. അപ്പോൾ അതിൻ്റെ പാലുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഇതാ പൊട്ടിച്ചിങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി ഇങ്ങാണ്ട് തിളച്ച് വരുന്നത് വരെ നമ്മളെ ചെമ്പിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മളെ പായസം തന്നെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കട്ടക്കുടഞ്ഞ് ഇളക്കലാണ് അത്യാവശ്യം ഒരു പായസത്തിന് മെയിൻ. നമ്മൾ ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കുമ്പോൾ നമ്മളെ പായസത്തിന് ടേസ്റ്റും കൂടും കേട്ടോ. കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയെ പിടിക്കാൻ സമ്മതിക്കുകയേ ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പിന്നെ അരിപ്പായസമൊക്കെ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ പായസം വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മളെ പായസത്തിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ പാല് മൊത്തത്തിലുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുകയാണ് കേട്ടോ. ഇളക്കിങ്ങാണ്ട് കുറേ സമയം ഞാൻ ഇളക്കിക്കൊണ്ട് വന്നപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നു കേട്ടോ. പായസം തിളച്ച് വന്നു, പാലിൻ്റെ തണുപ്പൊക്കെ പോയി തിളച്ച് വന്നു. ഇനി നമ്മളിതേക്ക് നമ്മളെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 1.5 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കരയും ഒന്ന് ഇങ്ങോട്ട് ചൂടുള്ള ശർക്കര തന്നെയാണ്, എന്നാലും നമ്മൾ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ടും പിന്നെ തിളക്കുന്നത് വരെ ഞാൻ നമ്മളെ പായസം ഇളക്കിക്കൊണ്ടേ നിന്നേക്കാണ് കേട്ടോ. ഇളക്കൽ നിന്നിട്ടില്ല. നമ്മൾ കുറച്ച് സമയം ഇളക്കാതെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിക്കണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ നമ്മളെ തേങ്ങ കുറച്ച് ചുട്ടുങ്ങാണ്ട് നെയ്യിലിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കൊത്തുകൾ നെയ്യിലിട്ടുങ്ങാണ്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് വറുത്തെടുക്കുക കേട്ടോ. മൊത്തത്തിൽ നെയ്യ് ഒഴിച്ചിട്ടൊന്നുമില്ല. ബാക്കിയുള്ള ഈ നെയ്യ് നമ്മൾ ആ പായസത്തിൽ കണ്ട് ഒഴിക്കുകയും ചെയ്യും കേട്ടോ ലാസ്റ്റ്. അപ്പം ഇനി ഇതും കൂടി നെയ്യിൽ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ പായസം ഞാൻ ശർക്കരയൊക്കെ ഇതാക്കിയതിന് ശേഷം തിളച്ചപ്പോൾ വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. വാങ്ങി വെച്ചത് നമ്മൾ
പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കണ്ടില്ലെങ്കിൽ അടി കരിയോലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ പിന്നെ ചുക്കുപൊടിയാണ് കേട്ടോ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ട സംഭവം ചുക്കുപൊടിയാണ്. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചേക്കാണ് നമ്മളെ ഈ മിൽക്ക് മേഡുമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം നന്നായിട്ട് വറുത്തുങ്ങാണ്ട് പൊടിച്ചുങ്ങാണ്ട് എടുത്തതാണ്. അത് നമ്മൾ ഫ്രഷിൽ അപ്പം തന്നെ പൊടിച്ച അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും കളയാതെ നമ്മളെ ചെറിയ ജീരകം നമ്മൾ അപ്പളെ വറുത്ത് പൊടിച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ചുക്കുപൊടി ഇതാ നമ്മളിപ്പോൾ പൊട്ടിച്ച പാക്കറ്റാണ് ഇട്ടത്. അപ്പോൾ ചുക്കുപൊടി തന്നെ അത്യാവശ്യം ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ കുറേ പായസം ഉണ്ടായതുകൊണ്ട് ഞാൻ പാക്കറ്റിൽ നിന്ന് തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഒരു 4 സ്പൂണൊക്കെ എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിരിക്കണതേക്ക്. അതായത് ഇതിൽ പൊടി കൂടിപ്പോയിട്ടൊന്നുമില്ല. ചെറിയ ജീരകം തന്നെ നിങ്ങളെ കണ്ടില്ലേ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ഞാൻ സ്പൂണിനായിട്ട് അത് അളന്നിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 3-4 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് അടുപ്പത്തുനിന്ന് സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മളിതാ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാൽ ലാസ്റ്റായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഫസ്റ്റ് ഒഴിച്ചുകൊണ്ട് നമ്മൾ തീ കത്തിച്ചാൽ നമ്മളെ പാല് പിരിഞ്ഞു പോകും കേട്ടോ. നമ്മളെ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, പാലിങ്ങനെ പിരിഞ്ഞും കൊണ്ടാകും. അപ്പോൾ നമ്മൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞ് പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ടാണ് നമ്മൾ പിന്നെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മളതിലേക്ക് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ മിൽക്ക് മേഡൊക്കെ ഒന്ന് പൊട്ടിച്ചിങ്ങാണ്ട് എടുക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ വലിയ മിൽക്ക് മേഡിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് പിന്നെ കറക്റ്റ് പൊട്ടിച്ച് മൊത്തത്തിൽ നമ്മളെ പായസത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി പായസമാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ പായസം വെച്ചാൽ നിങ്ങളെ പിന്നെ പായസത്തിന് 100 അഭിപ്രായക്കാരും കേട്ടോ, നല്ല അഭിപ്രായങ്ങളേക്കാരും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറെ ആളുകൾ ഇങ്ങനെ തന്നെ ആക്കാരും ചെയ്യുന്നത്. എന്നാലും ഞാൻ അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ ബാക്കി ഞാൻ ഇനി ഇടുന്നത് നമ്മളെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തതും ഇട്ടുങ്ങാണ്ട് മൊത്തത്തിൽ കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്ക ഒരിക്കലും പൊടിച്ചിടരുത്. ചിലവർ പായസമൊക്കെ അടിപൊളിയിൽ വെച്ചിങ്ങാണ്ട് ഏലക്കയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കുമ്പോൾ നമ്മൾ അരിപ്പായസത്തിൻ്റെ ടേസ്റ്റാണ് പോകട്ടെ മക്കളെ. അപ്പോൾ നിങ്ങൾ ഏലക്കപ്പൊടി ഒരിക്കലും നമ്മൾ അരിപ്പായസം ശർക്കര ഇട്ടുങ്ങാണ്ട് വെക്കുമ്പോൾ അതിൽ വെക്കരുത്. നമ്മൾ ശർക്കര ഇടാതെ പഞ്ചസാരയിൽ അരിയാണെങ്കിൽ ഏലക്ക ഇട്ടോളിയും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ശർക്കര ഇട്ടുങ്ങാണ്ട് ഏലക്ക ഇടുമ്പോൾ എന്തായാലും ഇത്ര ടേസ്റ്റ് അതിന് കിട്ടൂല. പിന്നെ ഇനി നമ്മൾ ആ നെയ്യും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ആ നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന്. പിന്നെ ഞാൻ ഈ പായസത്തിൽ ഉപ്പിടാൻ മറന്നതിന് കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, കുറേ ഉപ്പൊന്നുമില്ല, കൈ കൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇങ്ങനെ നമ്മൾ ഇടുമല്ലോ എന്തൊരു സാധനത്തേക്കും ഞാൻ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തേക്ക് ഇടാൻ വേണ്ടി മറന്നു പോയിനും. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടഞ്ഞ് ആകെ ആകൂല, പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച സാധനത്തിൽ ഉപ്പിട്ടഞ്ഞ് എല്ലായിടത്തേക്കും ആകൂല എന്നുള്ള സംശയം വേണ്ട. ഒരു കുഴപ്പമില്ലേന് കേട്ടോ, ഉഷാറേനെ, ഒരു കുഴപ്പമില്ലേന്. നന്നായിട്ടുണ്ട് ഇളക്കി കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും മാവും പിന്നെ ഒരു തുള്ളിയല്ലേ നമ്മൾ ഇടണുള്ള ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകണ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.